ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1852 ദിവസമായി ഇന്ന് 2026 ജൂൺ മാസം 10 ബുധനാഴ്ച. 1201 ആണ്ട് ഇടവമാസം 27 ഗുരുവചനങ്ങളിലൂടെ. ദൃശ്യപ്രപഞ്ചത്തിന് പ്രധാനമായി ചരമെന്നും ആചരമെന്നും രണ്ട് വിഭാഗമുണ്ട്. ചരങ്ങളിൽപ്പെട്ട മനുഷ്യ പക്ഷി മൃഗാദികളിൽ വെച്ച് മനുഷ്യർക്ക് വിശേഷ ബുദ്ധിയുള്ളതിനാൽ അവർ ശ്രേഷ്ഠന്മാരായി ഭവിക്കുന്നു. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ നടരാജഗുരു എഴുതിയ ഗുരുവരുൾ എന്ന പുസ്തകത്തിൽ ലക്ഷ്യവും മാർഗവും എന്ന ദ്വൈതം എന്ന് വിവരിക്കുന്നതിൻ്റെ 18 ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. ഗണിതശാസ്ത്രത്തിലെ ഏതെങ്കിലും പ്രശ്നത്തെ അതിൻ്റെ അന്തസാരമായിരിക്കുന്ന സ്ഥിരരാശിയെ കണക്കിലെടുക്കാതെ സമീപിച്ചാൽ കണക്കുകൂട്ടലിൻ്റെ വഴി മുഴുവൻ തെറ്റിപ്പോകും. ഗണിതശാസ്ത്രത്തിലെ കണക്കുകൂട്ടലുകളെല്ലാം മൗലികമായ ചില സ്വീകൃത പക്ഷങ്ങളെയാണ് അടിസ്ഥാനമാക്കുന്നത്. അതുതന്നെയാണ് ശാസ്ത്രീയമായ ഒരു ശിക്ഷണമെന്ന നിലയിലുള്ള ബ്രഹ്മവിദ്യയുടെയും സ്ഥിതി. മനുഷ്യൻ ഏറ്റവും വിലയുള്ളതായി കരുതുന്ന പരമാനന്ദത്തെ ബ്രഹ്മസത്യമായി ദർശിക്കേണ്ടത് ശ്രൗതവും സ്മാർത്തവുമായ രീതികളെ കൈയോട് കൈ ചേർത്ത് കൊണ്ടുതന്നെ ആവണം. അതിന് നിയാമകമായിരിക്കേണ്ടത് പ്രമാണശാസ്ത്ര സമ്മതവും ചിന്താപദ്ധതിക്ക് ചേരുന്നതുമായ പ്രാഥമികമായ ചില മൗലിക തത്വങ്ങളുമായിരിക്കുകയും വേണം. അപ്പോൾ ബ്രഹ്മജ്ഞാനം ആത്മസാക്ഷാത്കാര രൂപത്തിൽ ആനുഭൂതികമായി തീരും. ഏവർക്കും നന്മ നിറഞ്ഞൊരു സുദിനമായിരിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേഷ്.